യുദ്ധത്തിൻ്റെ 35-ാം ദിവസം ഇന്ന് ഏപ്രിൽ 3 അവസാനിക്കുമ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളിൽ അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ ഒരല്പം കൂടി ഞങ്ങൾ സമയമെടുക്കും. എളുപ്പത്തിൽ തുറക്കാൻ പറ്റുന്നതേ ഉള്ളൂ, എങ്കിലും അല്പം കൂടി സമയമെടുക്കും എന്ന് പറയുന്ന കൂട്ടത്തിൽ ലോകം ആഹ്ലാദിക്കാൻ പോകുന്നു, എല്ലാവരും വന്നിവിടെ നിന്ന് എണ്ണ എടുത്തുകൊള്ളൂ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇനിയിപ്പോൾ സന്തോഷത്തിന് ദിനങ്ങളാണ് വരാൻ പോകുന്നത്. കാരണം അത്രയ്ക്കും ശക്തിയുള്ള ആക്രമണം ഇറാനുമേൽ നടത്താൻ പോവുകയാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇന്ന് ഈ 35 ദിവസത്തിനിടയിലെ ഏറ്റവും വലിയ ആഘാതം അമേരിക്കയ്ക്ക് നൽകിക്കൊണ്ട് ഇറാനിൽ നിന്നും അമേരിക്കൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചതുമായ വാർത്തകൾ വരികയാണ്. US-ൻ്റെ F-15 കാറ്റഗറിയിൽപ്പെടുന്നൊരു യുദ്ധവിമാനം ഇറാൻ്റെ ആകാശത്ത് പറക്കുമ്പോൾ അതിനെ വെടിവെച്ചിട്ടു എന്നാണ് പുതിയ റിപ്പോർട്ടുകളും സ്ഥിരീകരിക്കുന്നത്. അതിൻ്റെ ക്രൂ അംഗങ്ങൾ എവിടെയാണ്, അവരെ തിരയുകയാണ് എന്ന രൂപത്തിൽ റിപ്പോർട്ട് വരികയാണ്. ഇറാനെ പഴയ ശിലായുഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിലുള്ള ആക്രമണമായിരിക്കും ഇനി അമേരിക്കയും ഇസ്രായേലും നടത്തുക എന്ന് ട്രംപ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്താൻ പോവുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് ഇറാനിലെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നീളം കൂടിയ ശക്തമായ പാലങ്ങളിലൊന്ന് എന്നറിയപ്പെടുന്ന കറാജ് ബ്രിഡ്ജ് തകർത്തതായ റിപ്പോർട്ടും വരുന്നത്. ഈ കറാജ് ബ്രിഡ്ജിനെ കുറിച്ച് B1 ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ബ്രിഡ്ജിനെ കുറിച്ച് പറയുന്നത് 2 കരയിലെ ജനങ്ങൾ, വാഹനങ്ങൾ, സംവിധാനങ്ങൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റിയ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യമാണ്. അപ്പോൾ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുമെന്ന് ട്രംപ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണെന്ന് ടെഹ്റാനിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പാലമായിരുന്നു കറാജ് ബ്രിഡ്ജ് എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ അമേരിക്കൻ ഉറവിടങ്ങൾ തന്നെ വ്യക്തമാക്കുന്ന കാര്യമായി റോയിട്ടേഴ്സും CNN, BBC അടക്കമുള്ള മാധ്യമങ്ങളും ഇന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും വീണ്ടും വീണ്ടും ആക്രമണം നടത്താൻ പറ്റിയ മിസൈൽ സംവിധാനം ഇപ്പോഴും ഇറാനിലുണ്ട് എന്ന് അമേരിക്ക വിശ്വസിക്കുന്നതായിട്ടാണ്. അല്ലാതെ ഇറാൻ്റെ സംവിധാനങ്ങളൊന്നും തകർന്നിട്ടില്ല എന്ന കാര്യം കൂടി അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറയുകയാണ്. ട്രംപ് തൻ്റെ വിശ്വസ്തയായിരുന്ന പാം ബോണ്ടിയെ മാറ്റി. ആരായി പാം ബോണ്ടി? അമേരിക്കയുടെ അറ്റോർണി ജനറലായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്ത എന്ന രൂപത്തിൽ തിളങ്ങി നിന്നിരുന്ന ഉദ്യോഗസ്ഥയായിരുന്നു. മാറ്റാൻ കാരണമെന്താ? പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നത് എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടി പാം ബോണ്ടി ഇടപെട്ട സാഹചര്യം ട്രംപിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് മാറ്റിയത് എന്നാണ്. പക്ഷെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയതായിട്ട് ഇന്ന് അധികാരത്തിൽ കയറിയ US അറ്റോർണി, നേരത്തെ ഉണ്ടായിരുന്ന പാം ബോണ്ടിയുടെ ഡെപ്യൂട്ടി ആയിട്ടുണ്ടായിരുന്നയാൾ, അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല, തെറ്റിദ്ധരിക്കരുത് എന്നാണ്. കഴിഞ്ഞ മാസം, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സെക്യൂരിറ്റിയുടെ ചീഫിനെയും മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ട്രംപ് പറഞ്ഞത് നമ്മൾ ഈ സമയത്ത് കൂട്ടിച്ചേർത്ത് വായിക്കണം. മാത്രമല്ല അമേരിക്കയുടെ ആർമി സ്റ്റാഫിൻ്റെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, അദ്ദേഹത്തിൻ്റെ പേര് റാൻഡി ജോർജ് എന്നാണ്, അദ്ദേഹത്തിനെയും മാറ്റിക്കൊണ്ട് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട പൊസിഷനിലിരിക്കുന്ന പല ആളുകളെയും 2 ആർമി ജനറൽമാരെയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്തിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയൊന്നും പെട്ടെന്ന് കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ അറിയിക്കില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട നിരവധി ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരുന്ന ആളാണ് ഇപ്പോൾ മാറ്റപ്പെട്ട ജോർജ്. ഫെബ്രുവരി 28-ന് ആദ്യത്തെ ആക്രമണം നടന്ന രാവിലെ, ശനിയാഴ്ച രാവിലെ, അന്നൊരു സദേൺ ഇറാനിലെ ഒരു സ്കൂളിലാണല്ലോ, ഷജാറെ തയ്യിബ എന്ന് പറയുന്ന വനിതാ സ്കൂളിലാണല്ലോ ആക്രമണം നടന്നത്. 12 വയസ്സിൽ താഴെയുള്ള 130 പെൺകുട്ടികൾ മരണമടഞ്ഞ ആ സംഭവം, 30-ലധികം അധ്യാപകർ തത്സമയം മരിച്ച ആ സംഭവം ഇപ്പോൾ പറയുന്നു, സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടിലൂടെ അമേരിക്ക തന്നെ പറയുന്നു, 2000 പൗണ്ട് ബോംബുകളാണ് അന്ന് രാവിലെ അവിടേക്ക് പതിച്ചത് എന്നുള്ളതാണ്. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ 100-ലധികം വരുന്ന അന്താരാഷ്ട്ര ലീഗൽ പ്രൊഫഷണലുകളുടെ ഓർഗനൈസേഷൻ രംഗത്ത് വരികയാണ്. അതിൽ അമേരിക്കയിലെ ആർമിയുടെ ജൂറി ആയിരുന്ന ജൊനാഥൻ ട്രേസി അടക്കമുള്ളവരുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പൺ ലെറ്ററിൽ.
ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച ഒരു കത്താണ് അവർ എഴുതിയിരിക്കുന്നത്. 100-ലധികം എക്സ്പെർട്ടുകൾ ചേർന്നിട്ട് അവരെല്ലാവരും ലോകം മുഴുവനുമുള്ള നിയമം കൈകാര്യം ചെയ്യുന്ന അതിവിദഗ്ധരാണ്. US ആർമിയുടെ ജൂറിയായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. ആ ജൊനാഥൻ ട്രേസി അടക്കമുള്ളവർ പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം US-ഉം ഇസ്രയേലും ചേർന്ന് ഇറാൻ ആക്രമണത്തിൽ വരുത്തിയിരിക്കുന്നു എന്നാണ്. ഒരിക്കലും ഇൻ്റർനാഷണൽ നിയമങ്ങൾ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം പോകാൻ പാടില്ല. യുദ്ധസമയത്താണെങ്കിലും സമാധാനത്തിലാണെങ്കിലും ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്ന് അവർ ആരോപിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഗൾഫിലേക്കുള്ള ആക്രമണത്തിൻ്റെ അളവ് ചിലയിടങ്ങളിലെങ്കിലും അല്പം കുറഞ്ഞിരുന്നു, UAE-യിൽ കുറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന കണക്കനുസരിച്ച് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഔപചാരികമായി പറയുന്നത് ഇന്ന് ക്രൂയിസ് മിസൈലുകളും വന്നിട്ടുണ്ട്, 4 എണ്ണം നിർവീര്യമാക്കി. അതുപോലെ 18 ബാലിസ്റ്റിക് മിസൈലുകൾ നിർവീര്യമാക്കി, 47 ഡ്രോണുകളും നിർവീര്യമാക്കിയിട്ടുണ്ട്. ഇന്ന് ഉണ്ടായതിന് സംഭവവികാസങ്ങളിൽ 5 ഇന്ത്യക്കാർക്ക് പരുക്കുപറ്റി എന്ന റിപ്പോർട്ട് വരികയാണ്. 7 നേപ്പാൾ സ്വദേശികൾക്കും പരുക്കുപറ്റിയെന്ന് പറയുന്നു. അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. അബുദാബിയിൽ അജുബാൻ എന്ന് പറയുന്ന ഭാഗം, അബുദാബിയിലെ അജുബാൻ എന്ന് പറയുന്ന ഭാഗത്ത് മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അവശിഷ്ടങ്ങൾ വന്ന് വീണിട്ടാണ് തീപിടുത്തമുണ്ടായതും പരുക്ക് പറ്റുകയും ചെയ്തത് എന്ന അറിയിപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഹബ്ഷാൻ ഗ്യാസ് സെൻറ്ററിലും ഇതുപോലെ വന്ന് വീണിട്ട് പ്രശ്നങ്ങൾ തീപിടുത്തത്തിലേക്ക് നയിച്ചു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇന്ന് ദുഃഖവെള്ളിയാണ്. ഈസ്റ്റർ അടുത്ത ദിവസം ഞായറാഴ്ച ഈസ്റ്ററാണ്. ഈ സമയത്ത് സ്വാഭാവികമായിട്ടും പ്രത്യേക പ്രാർത്ഥനകൾ, ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ദുബായിൽ ചർച്ചകൾ പ്രവർത്തിക്കേണ്ടതില്ല എന്നൊരു അറിയിപ്പ് ഇന്ന്, അതായത് ഇന്നത്തെ ദിവസം അതിന് അവധി കൊടുത്തിരിക്കുകയാണ്. ആക്ടിവിറ്റി എല്ലാം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും CDA എന്ന അതോറിറ്റി ഇടപെട്ടുകൊണ്ട് ഒരു സെക്യൂരിറ്റി സേഫ്റ്റി മുൻനിർത്തിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അടുത്ത അറിയിപ്പ് ഇതിനുവേണ്ടി ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കണം. അതുപോലെ ആരാധനാലയങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബർദുബായിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം, മറ്റ് ഹിന്ദു ക്ഷേത്രം, ഗുരുദ്വാര അടക്കമുള്ള ആരാധനാലയങ്ങളും പ്രവർത്തിക്കേണ്ടതില്ല തൽക്കാലം, അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ എന്ന് അറിയിച്ചിട്ടുണ്ട്. UAE-യിൽ അബുദാബി, ദുബായ്, ഷാർജ അടക്കമുള്ള പല ഭാഗങ്ങളിലും നാളെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു അറിയിപ്പുള്ളത്. മാത്രമല്ല താപനില നാളെ ശനിയാഴ്ച 19 ഡിഗ്രി സെൽഷ്യസ് എന്ന രൂപത്തിലൊക്കെ വൈകുന്നേരം വരാനുള്ള സാധ്യതയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മാർച്ചിനെ അപേക്ഷിച്ച് ഏപ്രിൽ മാസം പൊതുവേ ചൂട് കൂടുതലായിട്ട് വരുമെന്നും ഒരു 5 ഡിഗ്രി എങ്കിലും മാർച്ചിനെ അപേക്ഷിച്ചിട്ട് കൂടും എന്നത് കണക്ക് കൂട്ടണമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂചിപ്പിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ സമയത്ത് എല്ലാ കാര്യങ്ങളിലും, വിലക്കയറ്റത്തിൻ്റെ വിഷയമാണെങ്കിലും നമ്മുടെയൊക്കെ കറൻസിയുടെ വിലയിടിവിൻ്റെ വിഷയത്തിലാണെങ്കിലും നമ്മുടെ മാനസികമായ അസ്വസ്ഥത, സ്വപ്നങ്ങൾ ശിഥിലീകരിച്ചു പോകുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ കടകൾ അടച്ചിടേണ്ടി വരുന്ന അവസ്ഥ, ഇന്ധന ദൗർലഭ്യത്തിൻ്റെ സാഹചര്യം, കിട്ടാവുന്ന ഇന്ധനത്തിന് വേണ്ടി കൊടുക്കാവുന്ന വലിയ വിലയുടെ കാര്യം, ഇങ്ങനെ പല കാര്യങ്ങളും മുന്നോട്ട് വരുമ്പോൾ എന്താണ് ഈ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾക്കിടയിലെ സങ്കീർണതകൾക്കിടയിലെ പരിഹാരം എന്നാലോചിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയാണല്ലോ ലോകം നിലനിൽക്കുന്നത് തന്നെ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി നമ്മളൊന്ന് കണ്ണോടിക്കണം. അതിനു മുമ്പ് ഫ്ലോറിഡയിൽ നിന്ന് പുറപ്പെട്ട ആർത്തമിസ് 2 എന്ന് പറയുന്ന ആ പേടകം ചന്ദ്രൻ്റെ ഉപരിതലം ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുന്നു. ആളുകളുണ്ട് അതിനകത്ത് 4 പേർ. ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക് ഇറങ്ങിയില്ലെങ്കിലും അതിൻ്റെ ഓർബിറ്റിൽ നിന്നുകൊണ്ട് കറങ്ങി ഒരു മനുഷ്യ സ്പർശം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേരുന്ന 72 ശേഷം ആദ്യമായി മനുഷ്യൻ അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇപ്പോൾ വരുമ്പോൾ ലോകം വളരെ കൗതുകത്തോടെ നോക്കുകയാണ്. 10 ദിവസമാണ് ഈ 4 ആസ്ട്രോനോട്ട്സും അതിനകത്ത്, ഈ പേടകത്തിനകത്ത് ഇരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഞങ്ങളോടും ചോദിക്കുന്നു, എന്ത് ഫുഡ് കഴിക്കും, ഇവരെങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകാനുള്ള സാഹചര്യം അതിനകത്തുണ്ടോ, ഒരേ ഇരിപ്പ് ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണല്ലോ പലപ്പോഴും നമ്മൾ കാണുന്നത്. ഏതായാലും ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. 189 തരം ഫുഡാണ് ഇവരുടെ മെനുവിലുള്ളത്. അതുപോലെ 10 ഈ ബെവറേജസ് അതിനകത്തുണ്ടെന്ന് പറയുന്നു. അതിൽ കോഫി, ചായ, ഗ്രീൻ ടീ അടക്കമുള്ള സംവിധാനം, ലെമണേഡ് അടക്കമുള്ള കാര്യങ്ങൾ, ഫ്രൂട്ട് ജ്യൂസ്, സ്മൂത്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ ഫുഡാണെങ്കിൽ ബ്രെഡുണ്ട്, മാംഗോ സലാഡുണ്ട്, പലതരത്തിലുള്ള ബ്രെഡ്, ടോർട്ടിയ അടക്കമുള്ളതുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേക രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് സംവിധാനം, മുമ്പുള്ള അപ്പോളോ അതിലൊന്നും ഈ ടോയ്ലറ്റ് സംവിധാനം ഇല്ലായിരുന്നു എന്നുള്ളൊരു അപര്യാപ്തത പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ഓറിയോൺ എന്ന് പറയുന്ന പേടകം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു സാധാരണ നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിൻ്റെ ഒരു
50-65% വരെ വലിപ്പമുള്ള ഒരാൾക്ക് അതിനകത്ത് കഷ്ടിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്ന സംവിധാനമാണ്. പിന്നെ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സംവിധാനമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള കൗതുക വാർത്തകൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ നോക്കുമ്പോൾ നിങ്ങൾ വളരെ മനോഹരമാണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടൊരു വനിത ഇങ്ങനെ ചന്ദ്രൻ്റെ ഉപരിതലം കാണാൻ വേണ്ടി നേരിട്ടങ്ങോട്ട് ഭ്രമണപഥത്തിൽ പോകുന്ന സാഹചര്യത്തിന് സാക്ഷിയാവുകയാണ്. ക്രിസ്ത്യൻ കൊച്ച് എന്നാണ് അവരുടെ പേര്. ആ വനിതയാണിപ്പോൾ പല കാര്യങ്ങളും, അതിനകത്ത് തന്നെ ടോയ്ലറ്റ് കേടുപാടുകൾ പറ്റിയിരുന്നു, പെട്ടെന്ന് അവർ ശരിയാക്കിയെന്ന റിപ്പോർട്ട് ഇന്നിപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ വനിതകൾ ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക് പോയി അത് നേരിട്ട് നോക്കിക്കണ്ട് പരീക്ഷണം നടത്താൻ വേണ്ടിയുള്ള സംവിധാനം കൂടിയായി മാറുന്നതാണ് ആർത്തമിസ് 2 നമ്മൾ അറിയുന്നത്. യുദ്ധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ഈ വിലക്കയറ്റത്തിൻ്റെ കാരണമായിട്ട് പലപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ ദൗർലഭ്യത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത്, സാധനങ്ങൾ സമയത്ത് കിട്ടുന്നില്ല. ഉറവിടങ്ങളിൽ സാധനമുണ്ട്, പക്ഷേ അതിൻ്റെ ലോജിസ്റ്റിക്സാണ്, എങ്ങനെയാണ് കൊണ്ടുവരിക. നമ്മോട് പല ആളുകളും ചോദിക്കുന്ന 1-2 നിസ്സാരമായ ചോദ്യമുണ്ട്. ഇതിനൊക്കെ ഉത്തരം ആരുടെങ്കിലും കൈവശമുണ്ടെങ്കിൽ ഒന്നതിൽ കമൻ്റ് ഇട്ടാൽ, ആശയപരമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള അറിവ് പകരുന്ന കമൻ്റ് ഇട്ടാൽ നല്ലതായിരിക്കും. അതായത് 20% എണ്ണ അല്ലെങ്കിൽ പരമാവധി 30% എണ്ണയും ഗ്യാസും ഒക്കെ ചേർന്ന് ലോകത്തിൻ്റെ ആവശ്യത്തിൻ്റെ 20 മുതൽ 30% വരെയുള്ളതാണല്ലോ ഈ ഹോർമൂസ് കടലിടുക്ക് വഴി 167 കിലോമീറ്റർ നീളമുള്ള, ഏറ്റവും ചുരുങ്ങിയ വീതിയായിട്ട് 33 കിലോമീറ്ററുള്ള ഈ ഒരു സ്ഥലത്ത് കൂടി കടന്നു പോകുന്നതും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നതും ബഹുഭൂരിപക്ഷം വരുന്ന കപ്പലുകൾക്കും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നതും അതുകൊണ്ട് പലയിടത്തും എണ്ണ കിട്ടാത്തതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ബാക്കി 70-80% എണ്ണയും ഗ്യാസും കടന്നു പോകുന്നതിന്, ചരക്കുകളുടെ കൈമാറ്റത്തിന് ഒരു തടസ്സവുമില്ലല്ലോ. ആ 70-80% വെച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? ആകെ 20% പ്രശ്നമുള്ളൂ എന്ന് നമ്മൾ പ്രേക്ഷകർ ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അറിവുള്ളവർ, ലോജിസ്റ്റിക്സുമായി സാമ്പത്തിക കാര്യങ്ങളുമായി പ്രൈസ് ഇൻഡെക്സ് നിശ്ചയിക്കുന്ന ആളുകളുമായിട്ട് ബന്ധമുള്ളതോ അറിവുള്ളവരോ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ അഭിപ്രായങ്ങളും അതൊരു വിദ്യാഭ്യാസ പരിപാടിയായി കണ്ടുകൊണ്ട് ഇതിൽ കമൻ്റ് ഇട്ടാൽ വളരെ സന്തോഷമെന്ന് ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ സംശയം പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രം അല്ലെങ്കിൽ കിഴക്കുന്ന് വരുമ്പോൾ സാധനങ്ങൾ, അത് മല്ലിപ്പൊടി, മുളക് പൊടിയാവട്ടെ, അരിയാവട്ടെ, ഇറച്ചി വർഗ്ഗങ്ങളാവട്ടെ, ഫ്രോസൺ ഫുഡ് ഐറ്റംസ് ആവട്ടെ, ഇതൊക്കെ കപ്പലുകളിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം, അതിൻ്റെ ഭാഗമായിട്ടുള്ള അറബിക്കടൽ, ഇതൊക്കെ കടന്ന് നമ്മുടെ കപ്പൽ വരുന്ന മാർഗ്ഗങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ആദ്യം ഗൾഫിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഒമാൻ്റെ ഭാഗമായിട്ടുള്ള സലാല കാണും. പിന്നെ നമ്മൾ ദുഃഖം എന്ന് പറയുന്ന ഇപ്പോഴത്തെ വലിയ പോർട്ടൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒമാൻ്റെ ഭാഗം കാണും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് അറബിക്കടലും ഒമാൻ ഗൾഫും തമ്മിൽ വേർതിരിയുന്ന അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റായ സൂർ എന്ന സ്ഥലത്തുള്ള തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണും. അത് കഴിഞ്ഞ് വരുമ്പോൾ മസ്കറ്റ് കാണാം, സൊഹാർ കാണാം, പിന്നെ ഇതാ വലിയ പോർട്ടായിട്ടുള്ള ഫുജേറ കാണാം. അപ്പോൾ ഈ ഫുജേറയിലേക്ക് നിരന്തരം ഇങ്ങനെ കപ്പലുകൾ വരുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നതാണല്ലോ ജിയോഗ്രഫിക്കലി നമ്മൾ കാണുന്നത്. ആ ഭൂമിശാസ്ത്രപരമായ അഡ്വാൻറ്റേജ് എത്ര കണ്ട് ഉപയോഗിക്കുന്നു? അങ്ങനെ ഫുജേറയിൽ സാധനങ്ങൾ ഇറക്കിയാൽ UAE എമ്പാടും ഇത് കൊടുക്കാൻ പറ്റുമല്ലോ. പോരുന്ന വഴിക്ക് സുഹാറിലോ മസ്കറ്റിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സൂറിലോ ദുഃഖമിലോ സലാലയിലോ സാധനങ്ങൾ ഇറക്കിയാൽ ഒമാനിലും കിട്ടുമല്ലോ. ഈ തോന്നലുകളാണ് സാധാരണ ആൾക്കാർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ദുബായിലേക്കും ജബലലി ഭാഗത്ത് അല്ലെങ്കിൽ ഷാർജയിലേക്ക് അല്ലെങ്കിൽ അബുദാബിയിലേക്ക് ഒക്കെ പോർട്ടുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപക്ഷെ ഹോർമൂസ് ചുറ്റി വേണമല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് വരാൻ. പക്ഷേ ഇങ്ങനെ ഫുജേറ വരുന്നതിനും കൊർഫക്കാനിൽ വരുന്നതിനും ഈ പ്രശ്നങ്ങളില്ലല്ലോ എന്ന ചോദ്യത്തിന് എന്താണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളുടെ മറുപടി എന്നതുകൂടി അറിയാൻ ആഗ്രഹമുണ്ട്. നമുക്കറിയാം, ഫുജേറയിൽ വരുന്നുണ്ട്, കൊർഫക്കാനിൽ വരുന്നുണ്ട്, ആളുകൾ ചരക്ക് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇങ്ങനെ വീണ്ടും ലാൻഡ് വഴി കടന്നു വരുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അറിവുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ നല്ലതായിരിക്കും. ഇതിനിടെ $200 ബില്യൺ ചെലവഴിച്ചാൽ ഫുജേറ ഭാഗത്തു നിന്ന് തന്നെ ഒരു പ്രത്യേക കനാൽ ഉണ്ടാക്കിയിട്ട് ഷാർജയിലേക്കോ ദുബൈയിലേക്കോ കൊണ്ടുവരാൻ പറ്റും. അതിന് ഹജാർ മൗണ്ടനുകളിൽ തന്നെ വിള്ളലുണ്ടാക്കിയിട്ട് പുതിയ ജലപാത ഉണ്ടാക്കണം, പുതിയ പാതകൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ ഈ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ എന്നറിയില്ല. അങ്ങനെയൊക്കെ സ്വപ്നങ്ങളിലൂടെ സഞ്ചരിക്കാനെങ്കിലും അവസരം കൊടുക്കുന്നതാണ് ഈ സാഹചര്യം എന്ന് മനസ്സിലാക്കണം. ഏതായാലും വിലക്കയറ്റം മാത്രമല്ല, അതിനപ്പുറമുള്ളൊരു അസ്വസ്ഥത ആളുകളെ വേട്ടയാടുന്നു എന്ന് വരുമ്പോൾ UAE അടക്കമുള്ള വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ കൊടുക്കുന്ന ആത്മവിശ്വാസം ഇതുപോലെ ഒരുപാട് കണ്ട നമുക്ക്
ഇനിയും വിശ്വസിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റിയ തറയാണിത് എന്ന് മനസ്സിലാക്കാൻ, ഈ മണ്ണിന് അതിനുള്ള സവിശേഷതയുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കഴിഞ്ഞ 35 ദിവസമായി നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥത കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതായി പോയി എന്ന രൂപത്തിലൊന്നും ചിന്തിക്കരുത്. ഇതിനപ്പുറം ശുഭകരമായൊരു മറുകര ഇക്കാര്യത്തിലും ഉണ്ടാകും എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ അതിനുവേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്തു തരാൻ വേണ്ടി ബാധ്യസ്ഥരാണെന്ന് എപ്പോഴും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ദുബായ് ഗവൺമെൻറ്റൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന റിലീഫ് പാക്കേജുകൾ കച്ചവടക്കാർക്ക് മാത്രമല്ല, വ്യക്തികൾക്കും സാധാരണ കമ്പനികൾക്കെല്ലാം ഗുണം ചെയ്യുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഓരോരുത്തരുടെ അനുഭവത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം മറികടക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ പെട്ടെന്ന് വരട്ടെ എന്ന് പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത്. മറികടക്കും എന്ന കാര്യം ഉറപ്പാണെന്നും ഉറച്ച് വിശ്വസിക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒമാനിൽ പോയിരുന്നു. മസ്കറ്റിലൊക്കെ പോയി, റൂവിയിലൊക്കെ പോയി കാര്യങ്ങൾ കണ്ടപ്പോൾ അവിടെ വളരെ സാധാരണ രൂപത്തിലാണ്. ഇപ്പോൾ ഒമാനിൽ പ്രത്യേകിച്ച് യുദ്ധങ്ങളൊന്നും വലിയ ബാധയായി മാറിയിട്ടില്ല. അവിടെ ജനങ്ങൾക്ക് അവിടെ ഈ വിലക്കയറ്റം ഉണ്ടായിട്ടില്ല. പല കടകളിലും ഇപ്പോഴും ഒരു ദിർഹത്തിന് 100 പൈസയ്ക്ക് 2 പൊറോട്ടയും 3 പൊറോട്ടയും കിട്ടാവുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാക്കണം. സാധനങ്ങൾക്കൊന്നും വിലക്കയറ്റം ബാധിക്കാതെ റെസ്റ്റോറൻറ്റുകളിൽ സാധാരണ വില ഈടാക്കിക്കൊണ്ട് പോകുന്ന സംവിധാനത്തിലേക്ക് ഇപ്പോഴും വന്നിട്ടുണ്ട്. മാർക്കറ്റുകളിൽ ആളുകൾ വരുന്നുണ്ട്, സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ഈ വെള്ളപ്പൊക്കം, കഴിഞ്ഞ ദിവസം വെള്ളവും മഴയൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ അസ്വസ്ഥത മാറിയപ്പോൾ വീണ്ടും സജീവമായൊരു ജീവിതം നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഓരോരോ മേഖലകളിൽ സമാധാനത്തിൻ്റെയും തിരക്കിൻ്റെയും ഒക്കെ വെളിച്ചം വീണ്ടും കടന്നു വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നു. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara, Sharjah, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, India GCC Business Lounge.